അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി വിട്ടുകൊടുത്ത് മാപ്പാക്കി പെരുമാറട്ടെ. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ലോകത്ത് വിജയിക്കുവാനും അള്ളാഹു നമ്മളെല്ലാവരും സഹായിക്കുവാനാകട്ടെ. നമ്മളും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന, പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂനിലെ അവസാനത്തെ ആയത്തിലൂടെ നമ്മളോട് പറഞ്ഞ വാക്യമാണ് നമ്മളിവിടെ ഓതിയത്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു മനുഷ്യൻ്റെ ആയുസ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവന് അല്പം പോലും താമസം നൽകപ്പെടുകയില്ല. ഈ ഒരു കാര്യം അല്ലാഹു പറയുന്നതിന് മുമ്പ് സത്യവിശ്വാസികളെ വിളിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ദുനിയാവിലെ ജീവിതത്തിൽ നമ്മളെ പരാജയപ്പെടുത്തി കളയുന്ന, അശ്രദ്ധയിലാക്കി കളയുന്ന, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും നമ്മൾ അകറ്റിക്കളയുന്ന സമ്പത്ത്, സമ്പാദിക്കുന്ന തിരക്കുകൾ, പിന്നെ മക്കളുടെ സുഖജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതുമാത്രം ശ്രദ്ധിച്ച് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്. അവിടെ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ അവൻ നഷ്ടവാളിയാണ്, പരാജയപ്പെട്ടവനാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന രണ്ട് അനുഗ്രഹമാണ് സമ്പത്തും സന്താനങ്ങളും. സമ്പത്ത് സമ്പാദിക്കുന്ന തിരക്കിലും അതിൻ്റെ ഓട്ടത്തിലും മക്കളുടെ സുഖജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിലും പരിശ്രമത്തിലും അള്ളാഹുവിനെ മറന്ന് ജീവിക്കാൻ പാടില്ല. മറിച്ച് സമ്പത്ത് നല്ല വഴിയിലൂടെ സമ്പാദിക്കുകയും അത് നല്ല വഴിയിൽ ചെലവഴിക്കുകയും ചെയ്യണം. മക്കളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അള്ളാഹു അവൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്ന രീതിയിൽ വളർത്തണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ഉണർത്തുന്നുണ്ട്. അതാണിത് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. സമ്പത്ത് നല്ല വഴിയിൽ സമ്പാദിക്കലും അത് നല്ല വഴിയിൽ ചെലവഴിക്കുകയും ചെയ്യുക. സന്താനങ്ങൾക്ക് ദീനിയായ തർബിയത്തും അതുപോലെ തന്നെ നല്ല അദബും സ്വഭാവവും ഒക്കെ പഠിപ്പിക്കുക, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ആ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമ്പത്തും സന്താനവും ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഈ സന്താനങ്ങളും സമ്പത്തും തന്നെ നമുക്ക് വലിയ പ്രയാസത്തിനും വലിയ വിഷമത്തിനും ദുനിയാവിലും കാരണമാകും, നാളെ ആഖിറത്തിലും കാലാകാല നഷ്ടത്തിന് അത് കാരണമാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട്, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ സത്യവിശ്വാസികളാണ്, നല്ല അമലുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഈ രണ്ട് കാര്യത്തിൽ വീഴ്ച വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അള്ളാഹു ഇത് പ്രത്യേകം എടുത്തുണർത്തുന്നത്. ബാക്കി എല്ലാ അമലുകളും ചെയ്യുമ്പോഴും സമ്പത്ത് സമ്പാദിക്കുന്നതിൽ വീഴ്ച വരും, നേരായ വഴിയിലൂടെ സമ്പാദിക്കുന്നതിൽ അതിൽ കുറവ് സംഭവിക്കും, വീഴ്ചകൾ സംഭവിക്കും. അത് നല്ല വഴിയിൽ ചെലവഴിക്കാനും ചിലപ്പോൾ ആളുകൾ മടിക്കും. അതുപോലെ തന്നെ മക്കളോടുള്ള അമിതമായ സ്നേഹത്തിൽ അവർക്ക് ദീനിയായ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാതെ അവർക്ക് ഭൗതികമായ നേട്ടങ്ങളും ഉയർച്ചകളും മാത്രം ലക്ഷ്യമാക്കി ശ്രമിക്കും. ഇങ്ങനെയുള്ള രണ്ട് പരാജയങ്ങളും ഒരു മുഅ്മിനിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ആഖിറത്തിന് വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഈ രണ്ട് കാര്യത്തിൽ നിന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഈ രണ്ട് കാര്യം അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് എന്ന് ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മനുഷ്യൻ എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കും, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അവൻ അശ്രദ്ധനായി പോകും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്കാസുറിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറയുന്നത് അതിനെക്കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ, അങ്ങനെ നിങ്ങൾ മരിച്ച് ഖബറിലെത്തുന്നത് വരെ നിങ്ങളിങ്ങനെ പരസ്പരം പെരുമ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെൻ്റെതാണ്,
ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ മനുഷ്യൻ സ്വന്തം അവൻ അധ്വാനിച്ചുണ്ടാക്കിയതിനെ കുറിച്ച്, അവൻ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് പെരുമ പറഞ്ഞ് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അവൻ അശ്രദ്ധനായി പോകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. മരിക്കുന്ന സമയത്താണ് ബോധ്യപ്പെടുക, ഇതൊന്നും എന്റേതായിരുന്നില്ല, താൽക്കാലികമായി അള്ളാഹു തന്ന അമാനത്താണ്, ഇതൊക്കെ മുമ്പേ ദുനിയാവിൽ ഉണ്ടായിരുന്നു, അള്ളാഹു താൽക്കാലികമായി എന്നെ ഏൽപ്പിച്ചു, ഇപ്പൊ അള്ളാഹു എന്നിൽ നിന്നും അത് തിരിച്ചു വാങ്ങിച്ചിരിക്കുകയാണ് എന്ന് ഖബറിലെത്തുമ്പോഴാണ് ബോധ്യപ്പെടുക. ഈ ദുനിയാവിലെ സമ്പത്തോ വിഭവങ്ങളോ ഒന്നും ഖബറിൽ ഉപകാരപ്പെടൂല. അത് നല്ല വഴിയിൽ ചെലവഴിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ ഖബറിലും ആഖിറത്തിലും ഒക്കെ അത് ഗുണം ചെയ്യും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇഅ്ലമൂ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അന്നമൽ ഹയാത്തുദ് ദുനിയ, നിശ്ചയം ഈ ഐഹിക ജീവിതം എന്നത് ലഈബുൻ, ഒരുതരം കളിയാണ്, വലഹുവുൻ, വിനോദമാണ്, വസീനത്തുൻ, അലങ്കാരമാണ്, വതഫാഖുറുൻ ബൈനക്കും, നിങ്ങൾക്കിടയിൽ പെരുമ നടിക്കലാണ്, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിന്റെ വിഷയത്തിൽ, സന്താനങ്ങളുടെ വിഷയത്തിൽ പെരുപ്പം പറയലാണ്. എനിക്കിത്ര സ്വത്തുണ്ട്, എനിക്കിത്ര വലിയ വീടുണ്ട്, അങ്ങനെ അവരെ മറ്റുള്ളവരെക്കാളും വലുത് എടുക്കണം, അങ്ങനെ ദുനിയാവിന്റെ വിഷയത്തിലുള്ള മത്സരം, അതാണ് ദുനിയാവിൽ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക. കളിയും വിനോദവും ഒക്കെ ആളുകൾ വലിയ കാര്യത്തിൽ ഏറ്റെടുക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ അള്ളാഹു പറയാണ്, ഇതിന്റെ ഉദാഹരണം കമസലി ഗൈസിൻ, ഒരു മഴ പോലെയാണ്. ആജബൽ കുഫാറ നബാതു, നല്ല മഴ സമൃദ്ധമായി പെയ്യുമ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാവും. ഈ മഴയിലൂടെ എന്റെ കൃഷിക്ക് വെള്ളം കിട്ടും, ഇനി പ്രത്യേകിച്ച് ഞാൻ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, എന്റെ കൃഷികളൊക്കെ സമൃദ്ധമായി വളരുകയും അതിലൂടെ കായ്ക്കനികൾ എനിക്ക് ലഭിക്കുകയും അതിലൂടെ ഞാൻ വലിയ സമ്പന്നനായി തീരുകയും ചെയ്യും എന്ന സന്തോഷം അവന് അനുഭവപ്പെടും. ഇതേപോലെയാണ് ദുനിയാവിലെ മക്കളും, ദുനിയാവിലെ സമ്പത്തും, ദുനിയാവിലെ ആരോഗ്യവും, എല്ലാ അനുഗ്രഹങ്ങളും ഇതുപോലെയാണ്. എന്നാൽ സുമ്മ യഹീജു, പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ഈ മഴ നിൽക്കും, പിന്നെ ശക്തമായ ചൂടുണ്ടാകും, പിന്നെ ആ കൃഷികളെല്ലാം ഉണങ്ങിപ്പോകും, വാടിപ്പോകും. ഫതറാഹു മുസ്ഫറൻ, പിന്നെ മഞ്ഞ വർണ്ണമായി തീരും. സുമ്മ യകൂനു ഹുതാമ, പിന്നെ അത് നുരുമ്പി നശിച്ചില്ലാണ്ടായി പോകും. ഇതേപോലെയാണ് ദുനിയാവിലെ ജീവിതം. ആദ്യം അത് നല്ല കളർഫുള്ളായി തോന്നും, അത് ആകർഷണീയമായി തോന്നും, അത് നമുക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് തോന്നും. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും സന്താനങ്ങളാണെങ്കിലും അതിനൊന്നും നിലനിൽപ്പില്ല. അള്ളാഹു താൽക്കാലികമായി നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അതിന്റെ പേരിൽ പെരുമ നടിക്കാനുള്ളതല്ല, മറിച്ച് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തിയാക്കാൻ നമ്മുടെ ആരോഗ്യം നമ്മൾ ഉപയോഗിച്ചാൽ, നമ്മുടെ സമ്പത്ത് നമ്മൾ ഉപയോഗിച്ചാൽ, നമ്മുടെ സന്താനങ്ങൾ ആ വഴിയിൽ നമ്മൾ വളർത്തിയാൽ അതിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടും, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും. അള്ളാഹു പറയാണ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. രണ്ട് കാര്യങ്ങളാണ് മരണത്തിന് ശേഷമുള്ളത്. ഒന്നുകിൽ ശക്തമായ ശിക്ഷയാണ്, അത് ദുനിയാവിൽ അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ച് തോന്നിവാസങ്ങൾ ചെയ്ത് ദുനിയാവിന്റെ ലഹരിയിൽ ജീവിച്ച ആളുകളാണ്. മറ്റൊരു വിഭാഗം വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ പാപമോചനം കരസ്ഥമാക്കുകയും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുകയും ചെയ്ത ആളുകളാണ്. അവരാരാണ്? അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ അവർ ഉപയോഗിച്ച ആളുകളാണ്. അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ട വഴിയിൽ അവര് ഉപയോഗിച്ച ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പാപമോചനവും അള്ളാഹുവിന്റെ തൃപ്തിയുമുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇത് ഒരു വഞ്ചനയുടെ ചരക്കാണ്. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി, അപ്പൊ ഷോപ്പിന്റെ ഉടമ നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നിങ്ങൾ ഇത് വാങ്ങിക്കണ്ട, ഇത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് വാങ്ങിക്കൂല. ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഇതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് പറയുകയാണ്, ഈ ദുനിയാവ് താൽക്കാലികമായ വിഭവം മാത്രമാണ്, ഇതിൽ വിശ്വസിച്ച് മനസ്സുകൊടുത്ത് നിന്റെ ആഖിറത്ത് നീ നഷ്ടപ്പെടുത്തി കളയരുത്, അതിലൂടെ നിനക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുക. മറിച്ച് ഈ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗിച്ചാൽ അത് നിനക്ക് ഗുണം ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ എന്റെ ധനം എന്ന് പറഞ്ഞ് അഹങ്കരിക്കും, എന്റേത് എന്ന് പറഞ്ഞവൻ പെരുമ കൊള്ളും. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റേത് എന്ന് പറയാൻ നീ തിന്നു കഴിഞ്ഞത് നിന്റേതാണ്, നീ ഉടുത്തു നുരുമ്പിയത് നിന്റേതാണ്, നീ സദക്ക ചെയ്ത് അവശേഷിപ്പിച്ചത്, നന്മകളുടെ വഴിയിൽ ചെലവഴിച്ചത് നിന്റേതാണെന്ന് പറയാം, ബാക്കിയൊന്നും നിന്റേതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, ഏറ്റവും ശ്രേഷ്ഠമായ
ദാനധർമ്മം ഏതാണ്, എപ്പോൾ ചെലവഴിക്കലാണ് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത്? പ്രവാചകൻ പറഞ്ഞു, നീ സമ്പത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി നീ പരിശ്രമിക്കുന്ന ആരോഗ്യ സമയത്ത്, നിനക്ക് സമ്പത്ത് ആവശ്യമുണ്ട്, അതിനുവേണ്ടി നീ പരിശ്രമിക്കുകയാണ്, അങ്ങനെയുള്ള ഘട്ടത്തിൽ നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന സമയത്ത് നീ ചെലവഴിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ചെലവഴിക്കൽ. പിന്നെ നീ നാളെ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റന്നാളെ ചെലവഴിക്കാം, അടുത്ത കൊല്ലാക്കാം എന്ന് വിചാരിച്ച് ഓരോ നന്മകളെ നീ നീട്ടിക്കൊണ്ടുപോകും. അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തും. അപ്പോൾ നീ പറയും, ഇന്നാൾക്കിത്ര. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരികയാണ്, ആ സമയത്ത് ആ സ്വത്തൊക്കെ അനന്തരാവകാശികൾ ആയിട്ടുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. പിന്നെ നീ അപ്പോൾ ഇത് ഇന്ന ആൾക്ക്, ഇന്ന പള്ളിക്ക്, ഇന്ന മദ്രസക്ക്, ഇന്ന ദീനിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മളുടെ നല്ല സമയത്ത് നമ്മൾ നന്മയുടെ വഴിയിൽ ഉപയോഗിച്ചാൽ അതെപ്പോഴും നമുക്ക് അവശേഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശ അലൈക്കും, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളുടെ മേൽ ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിലൂടെ നിങ്ങൾ കുഫറിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് വഴികെടുത്തുമെന്ന് എനിക്ക് ഭയമില്ല. ദാരിദ്ര്യം കൊണ്ട് ഒന്നടങ്കം നിങ്ങൾ നശിപ്പിക്കപ്പെടുമെന്നും എനിക്ക് ഭയമില്ല. മറിച്ച് നിങ്ങൾക്ക് നിരീശ്വരവാദവും വഴികേടും അഹങ്കാരവും ഒക്കെ വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നത് വലാകിന്നി അഖ്ശ അലൈക്കും അൻ തുബ്സിത അലൈക്കും ദുനിയ, ദുനിയാവ് കൂടുമ്പോഴാണ്. കമാ ബുസിതത അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് ദുനിയാവ് കൂടിയപ്പോഴാണ് അവർ അഹങ്കരിച്ചത്, പൊങ്ങച്ചക്കാരായത്, അവർക്ക് കിബർ വന്നത്. അതേപോലെ ഫതനാഫസുഹ കമാ തനാഫസുഹ വതുഹ്ലികകും കമാ അഹ്ലകതുഹും, അങ്ങനെ അവർ മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കും. ഒരാളെക്കാൾ ദുനിയാവിന്റെ വിഷയത്തിൽ വലിയ ആളാകണം എന്ന മത്സരം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനം അവർ നശിച്ചതുപോലെ നിങ്ങളും നശിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അല്ലാഹു പറയാണ്, സമ്പത്തും സന്താനങ്ങളുമെല്ലാം ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങൾ മാത്രമാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, എന്നെന്നും അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ് ഖൈറുൻ, ശ്രേഷ്ഠമായത്. ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നീ പോകുമ്പോൾ, വഖൈറുൻ അമല, പ്രതീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം അതാണ്. നല്ല നല്ല സൽക്കർമ്മങ്ങൾ നിനക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ബാക്കിയൊക്കെ താൽക്കാലികമാണ്, ദുനിയാവിലെ അലങ്കാരങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. മക്കൾക്ക് നല്ല ദീനിയായ തർബിയത്തും ഈമാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് മക്കള് നമുക്ക് ദുനിയാവിൽ ഗുണം ചെയ്യാൻ, ആഖിറത്തിൽ ഗുണം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്. പ്രവാചകന്മാരുടെ മക്കളോടുള്ള ഉപദേശങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ നല്ല നല്ല ഉപദേശങ്ങൾ, അഥവാ നമുക്കൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത്, പക്ഷെ നമ്മൾ പറയാറില്ല. ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞ ഉപദേശങ്ങൾ അല്ലാഹു സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്. ഒന്നാമതായി ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞത്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം, എന്റെ പൊന്നുമോനെ, നീ അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് ശിർക്കാണ്, അതാണ് ഏറ്റവും വലിയ അക്രമം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ അത്രയും അളവിലുള്ള ഒരു സാധനം, എന്റെ പൊന്നുമോനെ, അത് പാറയുടെ ഉള്ളിലാണെങ്കിലും ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അത് കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ റിസ്ക് ഉള്ളത്, അത് കൊണ്ടുവരേണ്ടവൻ അള്ളാഹുവാണ്. ദുനിയാവിലെ വിഭവങ്ങൾ നമ്മുടെ അടുക്കൽ എത്തുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, എല്ലാം അള്ളാഹുവാണ് കൊണ്ടുവരിക. ഇന്നല്ലാഹു ലത്തീഫുൻ ഖബീർ, നിശ്ചയം അള്ളാഹു സൂക്ഷ്മമായി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. പിന്നെയും പറയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ്സലാ, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ, നീ നന്മ ഉപദേശിക്കണം, തിന്മ തടയണം. വസ്ബിർ അലാ മാ അസാബക്, നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യമാണ്. ഒരു ഉപ്പ മകന് കൊടുക്കുന്ന ഉപദേശമാണ്. നമ്മളൊക്കെ എന്ത് ഉപദേശമാണ് കൊടുക്കാറുള്ളത്? നമ്മളെന്നെ ചിന്തിച്ചു നോക്കുക. ദുനിയാവിന് എന്തെങ്കിലും ഒരു കുറവ് വരുന്ന വിഷയമാണെങ്കിൽ നമ്മൾ ഭയങ്കര ഉപദേശമായിരിക്കും, ആ വിഷയത്തിൽ ഭയങ്കര ക്ലാസ് കൊടുക്കും. പക്ഷെ ഈ ദീനിന്റെ കാര്യങ്ങള്, ഈ പറഞ്ഞ ലുഖ്മാൻ അലൈഹിസ്സലാം ഏറ്റവും വലിയ തത്വജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ മകനെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കുകയാണ്. വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, നീ ജനങ്ങളോട് മോശമായി പെരുമാറരുത്, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. വലാ തംശി ഫിൽ അർളി മറഹ,
നീ അഹങ്കരിച്ച് നടക്കാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വഖ്സിദ് ഫീ മശീക, നടക്കുമ്പോഴും നീ വിനയത്തോടെ താഴ്മയോടെ നടക്കണം. നിന്റെ ശബ്ദം അനാവശ്യമായി നീ ആളുകളുടെ മുന്നിൽ ഒച്ചയുണ്ടാക്കി സംസാരിക്കരുത്. വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാഖി ലസൗതുൽ ഹമീർ, ഏറ്റവും മോശമായ ശബ്ദം നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന കഴുതന്റെ ശബ്ദമാണ്, നിനക്കറിയാലോ. അതുകൊണ്ട് വലിയ ആളായി ഉറക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല, ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഒരു ഉപ്പ മകനെ ഉപദേശിക്കുകയാണ്. ആ മകൻ എത്ര നല്ല മകനായി വളരും. സത്യത്തിൽ നമ്മുടെ മക്കൾക്ക് ഈമാനിന്റെയും സൽഗുണങ്ങളുടെയും ഉപദേശങ്ങൾ നൽകി അവരെ വളർത്തിയെടുത്താൽ അവര് ദുനിയാവിൽ നമുക്ക് കണ്ണിന് കുളിർമയുള്ളവരാകും, നാളെ ആഖിറത്തിലും നമുക്ക് ഗുണം ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തന്നത് നിങ്ങൾ നല്ല വഴിയിൽ ചെലവഴിക്കുക. സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യവും നിങ്ങളുടെ കീഴിൽ വന്ന ആളുകളെയും ഒക്കെ നല്ല വഴിയിലൂടെ നിങ്ങൾ വളർത്തുക, നല്ല മാർഗത്തിൽ നിങ്ങൾ അവരെ ചെലവഴിക്കുക, നല്ല മാർഗത്തിലൂടെ നിങ്ങൾ വിനിയോഗിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിലൂടെ അടുത്ത ആയത്തിൽ പറയുന്നത്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഓരോരുത്തരും ഓരോ മുസ്ലിമും പറയുമെന്നാണ്. ജീവിതത്തിൽ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അല്പം കൂടി ആയുസ് നീട്ടിത്താ. കാഫിരീങ്ങളും മുജ്രിമീങ്ങളും ലാലിമീങ്ങളും പറയുന്നത് വേറെ സ്ഥലത്താണല്ലോ പറയുന്നത്, സൂറത്തുൽ ഇബ്രാഹിമിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ സൂറത്തുൽ മുനാഫിഖീനിൽ അവസാന ഭാഗത്ത് പറയുന്നത് മുസ്ലിമീങ്ങൾ മരണസമയത്ത് പറയുന്ന കാര്യമാണ്. അവര് പറയുമെന്നാണ്, എനിക്ക് അല്പം കൂടി ആയുസ് നീട്ടിത്താ, ഞാൻ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാം, എല്ലാ നന്മകളിലും മുന്നേറാം, ഞാൻ എല്ലാ അമലുകളും, ഞാൻ വിട്ടുപോയ എല്ലാ അമലുകളും ചെയ്യാം എന്നവര് അള്ളാഹുവിനോട് കരഞ്ഞു പറയും മരണസമയത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. ഒരു മനുഷ്യൻ ഒരു ചെറിയൊരു കാരക്കയുടെ ഒരു കീറുധർമ്മം ചെയ്യുകയാണ്, അത് ചെലവഴിക്കുന്നത് ഹലാലായ പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്നാണെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകത, അള്ളാഹു പരിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഹറാമിലൂടെ സമ്പാദിച്ചത് അള്ളാഹു സ്വീകരിക്കുകയില്ല. ഹജ്ജ് ചെയ്യുകയാണെങ്കിലും നമ്മൾ പരിശുദ്ധമായ സമ്പാദ്യമാണ് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഹജ്ജിനു വേണ്ടി ഗവൺമെന്റ് തലത്തിൽ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നത്, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധമായതായിരിക്കണം. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ ത്വയ്യിബൻ, പരിശുദ്ധമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്നാൽ ഒരു മനുഷ്യൻ പരിശുദ്ധമായതിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുകയാണെങ്കിൽ വഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല യതഖബ്ബലഹാ ബിയമീനി, അവന്റെ വലത്തെ കൈ കൊണ്ട് അത് സ്വീകരിക്കും. സുമ്മ യുറബ്ബിഹാ ബിസാഹിബി, അതിന്റെ ആരാണോ അത് ചെലവഴിച്ചത് അയാൾക്ക് വേണ്ടി അത് അള്ളാഹു വളർത്തി വലുതാക്കും. നിങ്ങളിൽപ്പെട്ട മൃഗത്തെ വളർത്തുന്ന ഒരാള്, കുതിരയെ വളർത്തുന്ന ഒരാള്, അല്ലെങ്കിൽ ഒട്ടകത്തെ വളർത്തുന്ന ഒരാൾ, ആടിനെ വളർത്തുന്ന ഒരാള്, അയാൾ എത്രത്തോളം അതിന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു വളർത്തുവോ, കാരണം അതിന്റെ ജീവൻ പെട്ടെന്ന് അപകടത്തിൽപ്പെടും, രോഗിയാകും, പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്ത ആ ചെറിയൊരു അമലിനെ പോലും അല്ലാഹു കബൂൽ ചെയ്യും. നിങ്ങൾ പരിശുദ്ധമായ രീതിയിലാണ് ഇത് നിർവഹിച്ചതെങ്കിൽ. എന്നിട്ട് അത് അല്ലാഹു ഹത്താ തകൂന മിസ്ല ജബൽ, പർവ്വതത്തോളം അത് വലുതാക്കി നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തിരിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അല്ലാഹു നൽകിയത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുക. ആമിനൂ ബില്ലാഹി വറസൂലി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ. സൂറത്തുൽ ഹദീദിലെ ഈ ആയത്ത് വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുക. പിന്നെ അല്ലാഹു പറയാണ്, വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ. ഏതൊന്നിലാണോ അല്ലാഹു നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയത് അത് നിങ്ങൾ നല്ല വഴിയിൽ ചെലവഴിക്കുക. എല്ലാവർക്കും എല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലർക്ക് അറിവായിരിക്കും അല്ലാഹു കൊടുത്തത്, ചിലർക്ക് ധനമായിരിക്കും അല്ലാഹു കൊടുത്തത്, ചിലർക്ക് ആരോഗ്യമായിരിക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് ഉണ്ടാകുക. എല്ലാവർക്കും എല്ലാം കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് എന്താണോ അല്ലാഹു നിങ്ങളെ പ്രതിനിധിയായി ഏൽപ്പിച്ചത്, താൽക്കാലികമായിട്ട് ഏൽപ്പിച്ചത്, അത് നിങ്ങൾ നല്ല വഴിയിൽ ഉപയോഗിക്കുക. മക്കളാണെങ്കിൽ മക്കളെ നല്ല വഴിയിൽ വളർത്തുക. അങ്ങനെ നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ ഫല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. അങ്ങനെ ആരെങ്കിലും നല്ല വഴിയിൽ ചെലവഴിച്ച് അല്ലാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഹജ്ജിന് നമ്മൾ പോകേണ്ടത്
നമ്മുടെ ആരോഗ്യ സമയത്താണ്. 40 വയസ്സിന് മുമ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മുമ്പെങ്കിലും ചെയ്യണം. അത് കഴിഞ്ഞ് ഹജ്ജിന് അയക്കുന്ന ആളുകളെ നമ്മൾ പ്രയാസപ്പെടുത്താണ് സത്യത്തിൽ ചെയ്യുന്നത്. വലിയ ത്യാഗമുള്ള അമലാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അത് ആരോഗ്യത്തോടു കൂടി ചെയ്യേണ്ട അമലാണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഇപ്പൊ നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് സാധിക്കുന്നതേ ഉള്ളൂ. നമ്മൾ നിയത്ത് ചെയ്ത് നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും ഹജ്ജ് കർമ്മം നമ്മൾ നടക്കും. ഹജ്ജ് നമ്മളുടെ ആഗ്രഹത്തിന്റെയും ദുആയുടെയും പിന്നിൽ നടക്കുന്നതാണ്. നമ്മുടെ കഴിവ് സാമ്പത്തികമായ ശേഷിയുടെ പിന്നിലല്ല. നമ്മൾ ആഗ്രഹിച്ച് കുറച്ച് സമ്പത്തെങ്കിലും സ്വരൂപിച്ച് മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ തന്നെ അള്ളാഹു അത് വിശാലമാക്കും. നമ്മളെ കൊണ്ട് അള്ളാഹ് ഹജ്ജ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി നമ്മൾ ഹജ്ജിന് വേണ്ടി അപേക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ വലിയ ബർക്കത്തിന് വിധങ്ങൾ പറഞ്ഞു. 2 കാര്യങ്ങൾ ഒരു ഹാജിക്ക് അള്ളാഹു നൽകും. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല ആരോഗ്യം അള്ളാഹു നൽകും. മറ്റൊന്ന് അവന്റെ സമ്പത്തിൽ വലിയ ബർക്കത്ത് അള്ളാഹു നൽകും. പറയുണ്ടായി, ഒരിക്കലും ഒരു ഹാജി ദരിദ്രനാവുകയില്ല. അള്ളാഹു അതവന് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എന്ത് ചെലവാക്കിയാലും അള്ളാഹുവിന് ഒരു പ്രത്യേകതയാണ്. അത് അള്ളാഹ് ദുനിയാവിൽ തന്നെ തിരിച്ചു തരും, നല്ല വഴിയിൽ നിങ്ങൾ ചെലവാക്കിയത്. അപ്പൊ ഹാജി ഒരിക്കലും ദരിദ്രനാവൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, സൂറത്തുൽ മുനാഫിഖൂനിലെ അവസാനത്തെ 3 ആയത്ത് നമ്മൾ സാധാരണ ജുമാക്ക് എല്ലാ ആഴ്ചയിലും അധികവും നമ്മൾ കേൾക്കാറുള്ള ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഈ ആയത്ത് ഇറങ്ങിയത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ പറയാണ്, ഇത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഹജ്ജ് ചെയ്യാത്ത ആളുകളെ കുറിച്ചുള്ള ആയത്താണ്. അഥവാ ഹജ്ജിലാണ് സമ്പത്തും ആരോഗ്യവും കഴിവുകളും ഒക്കെ ഒരേപോലെ ചെലവഴിക്കപ്പെടുന്നത്. അത് ഒരാൾക്ക് ശ്രമിച്ചാൽ നടക്കും. എന്നിട്ട് പോലും അതിനെ ആഗ്രഹിച്ചില്ല, പരിശ്രമിച്ചില്ല, അതിനുവേണ്ടി അധ്വാനിച്ചില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവര് മരണസമയത്ത് പറയുമെന്നാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, എനിക്ക് അല്പം കൂടി ആയുസ് നീട്ടിത്താ, ഞാൻ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം. അല്ലാഹു മുഅ്മിനീങ്ങളുടെ ഈ ഒരു അവസ്ഥ സൂറത്തുൽ മുഅ്മിനൂനിലും പറയുന്നുണ്ട്. ഹത്താ ഇദാ ജാ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, അവർക്ക് മരണം വന്നു കഴിഞ്ഞാൽ അവർ പറയും നമ്മളൊന്ന് മടക്കണം. അല്ലാഹു പറയാണ്, ലഅല്ലി അമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വെറുതെ പറയുന്ന ഒരു വാക്കല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും അവർക്ക് ആ സമയത്ത് ഉണ്ടാവില്ല. അവർക്ക് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർക്കൊരു ബർസഖിയായ ലോകമുണ്ട്. ആ ലോകത്ത് പിന്നീട് അവർ പ്രവേശിപ്പിക്കപ്പെടും. അവരുടെ ഖബറിന്റെ ബർസഖിയായ ലോകത്ത് ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ പറ്റൂല. അധികം ആൾക്കാരും ഉംറക്ക നിയത്ത് ചെയ്യാം. ഉംറക്കന് ഇപ്പൊ അത്യാവശ്യം 1 ലക്ഷം 1.25 ലക്ഷം ഒക്കെ ചെലവാകും പോയി വരാൻ. നമ്മൾ ഗവൺമെന്റിൽ നിന്ന് അപേക്ഷിക്ക് 3-4 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഹജ്ജ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ബാധ്യത അതിലൂടെ നിർവഹിക്കപ്പെടും. അതുകൊണ്ട് ഹജ്ജാണ് ഏറ്റവും പ്രധാനമായിട്ട് അല്ലാഹു നിർബന്ധമാണെന്ന് പറയുന്നത്. ഹജ്ജ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഉംറയും ചെയ്യും. ഫാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആയുസ് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നിശ്ചയിച്ച ആയുസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്പം പോലും അവന് താമസം നൽകപ്പെടുകയില്ല. അതുകൊണ്ട് നമുക്ക് തന്ന ഈ ആയുസ്സിനെ, ആരോഗ്യത്തെ, കഴിവുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ നമ്മൾ ചെലവഴിക്കുക. മിനയിലും അറഫയിലും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അവിടെ പോയി നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ ഉറപ്പായും അല്ലാഹു ഖബൂലാക്കും. ഒരിക്കലും അല്ലാഹു തള്ളിക്കളയൂല. അതിന്റെ അഭിവൃദ്ധിയും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും സമാധാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മരിക്കുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നാളെ ആഖിറത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ പോകുമ്പോൾ അവന് സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അമല് സ്വീകാര്യോഗ്യമായ ഹജ്ജാണ്. അതുകൊണ്ട് ഓരോരുത്തരും നിയ്യത്ത് ചെയ്യുക, അതിനുവേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.